സഹൃദയരെ, ഇന്നിവിടെ മറ്റൊരു ലവ് ട്രയാങ്കിൾ മൂവിയുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ആദ്യം നമ്മൾ എറ്റേണിറ്റി ആയിരുന്നു പരിചയപ്പെട്ടത്. അതിനുശേഷം നമ്മൾ അവിടെ തന്നെ പരാമർശിച്ചിരുന്നു മെറ്റീരിയലിസ്റ്റ്, നമ്മുടെ സ്വന്തം ക്രിസ് വാൻസിൻ്റെ തന്നെയാണ്. എനിക്ക് സാധാരണ ലവ് ട്രയാങ്കിൾ മൂവീസ് അങ്ങനെ ഇഷ്ടമില്ലാത്തതാണ്. ക്യാപ്റ്റൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിത് കാണാൻ തീരുമാനിച്ചത്. നമ്മുടെ കഥാനായിക ഇതിലൊരു മാച്ച് മേക്കറായാണ് ജോലി ചെയ്യുന്നത്. കഥാനായികയുടെ മേൽനോട്ടത്തിൽ 9 വിവാഹങ്ങളാണ് ഇതുവരെ കഴിഞ്ഞത്. അതും മനോഹരമായ രീതിയിൽ ഏറ്റവും നല്ല കപ്പിൾസിനെ കണ്ടുപിടിച്ച് അവരെ ഒരുമിപ്പിക്കുക എന്നുള്ളതാണ് ഈ കുട്ടിയുടെ പ്രധാന കർത്തവ്യം. അങ്ങനെ നമ്മുടെ കഥാനായികയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു വിവാഹത്തിൽ വെച്ചാണ് നമ്മുടെ വരൻ്റെ സഹോദരനെ ഈ നമ്മുടെ കഥാനായിക പരിചയപ്പെടുന്നത്. വരൻ്റെ സഹോദരനെ പരിചയപ്പെട്ട ശേഷം അദ്ദേഹത്തെ കൂടി തൻ്റെ മാച്ച് മേക്കിങ്ങിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. അപ്പോഴാണ് നമ്മുടെ കഥാനായികയുടെ പഴയ കാമുകൻ, ഇപ്പോൾ എക്സ് ബോയ് ഫ്രണ്ടാണ്, അവിടെ വെച്ച് അദ്ദേഹം നമ്മുടെ കഥാനായികയെ കണ്ടുമുട്ടുന്നു, ഓർമ്മകൾ പുതുക്കുന്നു. നമ്മുടെ എക്സ് ബോയ് ഫ്രണ്ട്, അതായത് നമ്മുടെ ക്രിസ് വാൻസ് വന്ന് അദ്ദേഹം ഈ കാറ്ററിങ്ങിന് ചെറിയ വർക്കിലൊക്കെ പോയി അങ്ങനെ തട്ടിമുട്ടി ജീവിച്ച് പോകുന്നു. അധികം സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല, വളരെ മോശപ്പെട്ട അവസ്ഥയാണ് അദ്ദേഹത്തിൻ്റെത്. എന്നാൽ നമ്മുടെ ഈ കഥാനായിക അദ്ദേഹത്തിനെ ജസ്റ്റ് ഒന്ന് കണ്ട് സംസാരിച്ച ശേഷം വീണ്ടും നമ്മുടെ പെട്രോ പാസ്കലിനെ അരികിലേക്ക് തിരിച്ചു വരികയാണ്. നമ്മുടെ ഈ പെട്രോ പാസ്കലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം വളരെ റിച്ചാണ്, വളരെ സമ്പന്നനും നല്ലൊരു ജോലിയുമൊക്കെ ഉണ്ട്. അത് മാത്രമല്ല വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ജെന്റിൽമാൻ. ഈ അവസരത്തിൽ നമ്മുടെ ഈ ക്രിസ് വാൻസും ഈ നായികയും തമ്മിൽ പണ്ട് ബ്രേക്കപ്പ് ആവാനുള്ള പ്രധാന കാരണം തന്നെ ഈ നമ്മുടെ നായകന് പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അവൾക്ക് ആഗ്രഹമില്ലായിരുന്നു അതിൻ്റെ പേരിൽ അവർക്ക് ബ്രേക്കപ്പ് ആകാൻ, പക്ഷേ എന്നാലും സാഹചര്യങ്ങൾ മൂലം പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവർക്ക് ബ്രേക്കപ്പ് ആവേണ്ടി വന്നത്. അതപ്പോഴത്തെ സാഹചര്യങ്ങൾ അത് സിനിമ കണ്ടാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. നമ്മുടെ പഴയ കാമുകനെ കണ്ടിട്ടും അദ്ദേഹം ഇപ്പോഴും നമ്മുടെ കഥാനായിക ചൂസ് ചെയ്തത് നമ്മുടെ സമ്പന്നനായ ആ യുവാവിനെ തന്നെയാണ്. യുവാവ് എന്ന് പറയാൻ പറ്റില്ല, മുതുക്കനായതക. അദ്ദേഹവുമായി ഡേറ്റിനൊക്കെ പോവുകയാണ്. ഡേറ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹം കൊണ്ടുപോകുന്നത് വലിയ വലിയ റെസ്റ്റോറൻറ്റ്സിൽ. അതുപോലെ തന്നെ ഇവൾക്ക് വേണ്ടി ചുമ്മാ പൈസയൊക്കെ വാരി എറിയുകയാണ് അങ്ങോട്ട്. ഇവളെ കല്യാണം കഴിച്ച് തീരുമെന്ന രീതിയിലൊരു വാശിയിലാണ് അദ്ദേഹം ഇപ്പോഴും മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് പൈസ ഉണ്ടെങ്കിലും സമയം തീരെയില്ല. എവളുമായിട്ട് അങ്ങനെ ഡേറ്റിനും കാര്യങ്ങളൊക്കെ പോകുമെങ്കിൽ ഇവളുടെ കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കാനോ ഇവൾക്ക് ഇഷ്ടപ്പെട്ട എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അയാൾക്ക് അറിയാനോ സമയമില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിനൊന്നും അറിയാനും നിറവേറ്റാനുള്ള സമയം അദ്ദേഹത്തിന് ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടി ആഗ്രഹിക്കുന്ന ബോയ് ഫ്രണ്ട് നമ്മുടെ ക്രിസ് വാൻസ് ആണെങ്കിൽ ഒരു ജീവിത സാഹചര്യങ്ങൾക്ക് ഒപ്പം ഒരു പെൺകുട്ടിയെ സഹായിക്കാൻ കഴിയുന്നത് നമ്മുടെ പെട്രോ പാസ്കലിനായിരിക്കും. അങ്ങനെയാണ് ആ കുട്ടി നമ്മുടെ ലവ് ട്രയാങ്കിളിൽ പെടുന്നത്. അവസാനം ഇതിൽ പെട്രോ പാസ്കലുമായി ഡേറ്റ് എല്ലാം കഴിഞ്ഞ് അതിനുശേഷമാണ് ആ കുട്ടി അറിയുന്നത് പെട്രോ പാസ്കലിനെ കാലിൽ സർജറി ചെയ്ത് പൊക്കം കൂട്ടിയതാണ്. അതുകൂടെ അറിഞ്ഞപ്പോൾ പിന്നെയും അതിൻ്റെ പേരിലല്ല എന്നുള്ള പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹവുമായി ബ്രേക്കപ്പായി വീണ്ടും പഴയ കാമുകനുമായിട്ട് തന്നെ ഈ യുവതി ഒരുമിക്കുന്നു. പക്ഷെ ലാസ്റ്റ് അതിലൊരു സീനുണ്ട് കേട്ടോ. ലാസ്റ്റ് അതിൽ ക്രിസ് വാൻസ് പൂവൊക്കെ വെച്ച് റിങ്ങുണ്ടാക്കി കൊടുക്കുന്ന ഒരു സീൻ. അത് കേട്ടപ്പോൾ എനിക്ക് എന്തോ പോലെയായി. കൊള്ളാം, അത് നല്ലൊരു സീനായിരുന്നു. ആ സീൻ കേട്ടപ്പോൾ ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടായി. മനോഹരമായൊരു സീനായിരുന്നു അത്. എനിക്കിങ്ങനെ ലവ് ട്രയാങ്കിൾ മൂവി ഇതേപോലെ അവിഹിതം അതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. ആ ടോപ്പിക്സിനെ കാണാറേ ഇല്ല. പക്ഷേ ഇതിൽ ക്രിസ് വാൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ കണ്ടത്. പക്ഷേ സിനിമ കൊള്ളാം, വളരെ നല്ലൊരു സിനിമയാണ്. ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, മാക്സിമം കാണാൻ ശ്രമിക്കുക. ലവ് ട്രയാങ്കിൾ എനിക്കത്ര ഇഷ്ടമല്ല. ഇതും മറ്റേ എറ്റേണിറ്റിയും ഈ രണ്ട് മാത്രമാണ് ലവ് ട്രയാങ്കിൾ എനിക്ക് ഇഷ്ടമായിട്ടുള്ള. അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, വേറെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല. അത് സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിച്ചല്ലേ, സ്വാഭാവികം, അല്ലാതെ അവിഹിതമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അതുമാത്രമല്ല ഇനി പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം, ഇതും A24 ഒരു സിനിമയാണ്. എറ്റേണിറ്റിയും A24 തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആണ് ഇത് പിന്നെ പ്രത്യേകം നോട്ട് ചെയ്യാനുള്ള പ്രധാന കാരണം. A24 എല്ലാം വളരെ നല്ല സിനിമകളാണ് അവർ പുറത്തിറക്കുന്നത്. ഇനി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കമൻറ്റ് നമുക്കൊന്ന് നോക്കാം. അത് യൂട്യൂബിൽ ട്രെയിലറിൻ്റെ താഴെ തന്നെ കിടന്നതാണ്. MG കബ്, ആരാണാവോ കബ് അല്ല, 4 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, I honestly don't understand the hate this movie is getting. For me it's a solid 9 out of 10. ഞാൻ 9 out of 10 എന്ന് കൂട്ടില്ല, വേണമെങ്കിൽ 9 out of 10 out of 7 കൊടുക്കാം. അത്രയും നല്ല സിനിമയാണ്. മെയിൻലി ബിക്കോസ് ഓഫ് ഹൗ ആൻഡ് റിയൽ ആൻഡ് ഇമോഷണലി ഗ്രൗണ്ടഡ് ഇറ്റ് ഫെൽറ്റ്. ക്രിസ് ആൻഡ് ഡെക്കോട്ട ഹാഡ് അമേസിങ് കെമിസ്ട്രി. അത് ശരിയാണ്, അവർ തമ്മിലുള്ള കെമിസ്ട്രി നല്ല രീതിയിൽ വർക്കാവുന്നുണ്ട് അവിടെ. ദാറ്റ് വാസ് ലൗഡ് ഓർ exaggerated, it was natural and subtle and deeply felt. അത് വളരെ ശരിയാണ് ആ പുള്ളി പറഞ്ഞത്. കറക്റ്റ് നാച്ചുറലായിട്ട് ഒരു ലവ് സ്റ്റോറി കാണുന്ന പോലെ തന്നെ തോന്നി. അല്ല മറ്റേ ടിപ്പിക്കൽ ഹോളിവുഡ് പുള്ളി പറഞ്ഞ ലവ് സ്റ്റോറി പോലെ അല്ലേ അത് താഴെ പറയണ്ടായിട്ടാണ്. ഹോളിവുഡിൽ സാധാരണ കണ്ടു പറഞ്ഞാൽ ഒരുമാതിരി ഒരു വൃത്തികെട്ട ലവ് സ്റ്റോറി ഉണ്ടല്ലോ, അതുപോലെയൊന്നും അല്ല ഇത്. കറക്റ്റ് നാച്ചുറലായിട്ട് അങ്ങ് ഒഴുകി അങ്ങ് പോകും. കാരണം ഒരു റിയൽ ലൈഫ് സ്റ്റോറി പോലെയൊക്കെ നമുക്ക് തോന്നും. അങ്ങനെയാണ് ഇത് അവർ മേക്ക് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതല്ല ഇവർ തമ്മിലൊരു കണക്ഷൻ അത് നല്ല രീതിയിൽ നമ്മൾ ഫീൽ ചെയ്യും സിനിമ കാണുമ്പോൾ തന്നെ. കൊള്ളാം. പിന്നെ ക്രിസ് വാൻസോടായിട്ട് പറയണ്ടല്ലോ, പിന്നെ പുള്ളി അഭിനയിച്ച് തകർക്കും. പെട്രോ പാസ്കലിൽ പണ്ടേ ഇഷ്ടമല്ല അവരെ.
ഐ തിങ്ക് സം പീപ്പിൾ ഡിഡിൻ ലൈക്ക് ബിക്കോസ് വാസ് ഇൻ എ ടിപ്പിക്കൽ ഹോളിവുഡ് ലവ് സ്റ്റോറി. അതെ അതെ, ഈ കൊറിയൻ ഡ്രാമയിലെ കാണുന്നത് പോലെ ഇങ്ങനെ റിയാലിറ്റി ഇല്ലാത്തത് പോലെ ഒരു റിയൽ സ്റ്റോറി പോലെയാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടാനും ആൾക്കാർക്ക് അങ്ങനെ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല, കാരണം റിയാലിറ്റി ആർക്കും താല്പര്യമില്ലല്ലോ. ബട്ട് ദാറ്റ്സ് എക്സാക്ട്ലി വൈ ഐ ലവ്ഡ് ഇറ്റ്. ഞാനും ഇറ്റ് ഫെൽറ്റ് റെലവൻറ്റ് ടു റിയൽ ലൈഫ്, ഡീലിംഗ് വിത്ത് എ ചോയ്സ് ഓഫ് ബിറ്റ്വീൻ കംഫേർട്ട് വിയസ് പാഷൻ. കറക്റ്റ്, കംഫേർട്ടും പാഷനുമാണ് അതിൽ റെഫർ ചെയ്യുന്നത് രണ്ട് ക്യാരക്ടേഴ്സിലും. അപ്പിയറൻസ് വിയസ് ഇമോഷണൽ ട്രൂത്ത്. കറക്റ്റാണ് കേട്ടോ, കറക്റ്റ് സിനിമ. എവരെ വിളിച്ചാൽ മതിയായിരുന്നു സിനിമ റിവ്യൂ ചെയ്യാൻ. ഇമോഷണൽ ട്രൂത്ത്. നോട്ട് എവരി വൺ ബീൻ ഇൻ എ സിറ്റുവേഷൻ വേർ യു ഹാവ് ടു ചൂസ് വാട്ട് ടു യുവർ ഹെഡ് വൺസ്. ശരിയായ കാര്യം. ഈവൻ ഇഫ് ഇറ്റ്സ് ഹാർഡ് ഓർ മെസ്സി, ബട്ട് ഇഫ് യു ഹാവ് ദിസ് മൂവി ഹിറ്റ് ഡിഫറെൻറ്റ്. എൻഡിങ് ബ്യൂട്ടിഫുൾ, നോട്ട് ഫെയറി ടെയിൽ പെർഫെക്റ്റ്, ബട്ട് എൻഡ് ക്വൈറ്റ് പവർഫുൾ ആൻഡ് ഹോണസ്റ്റ്. This movie speaks to anyone who's ever had to choose love over logic, or who knows what it is like to find someone who truly gets you. അത് ശരിയാണ്. നമ്മുടെ ക്രിസിൻ്റെ കാര്യം ഇവിടെ എടുത്ത് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിന് മാത്രമേ ഈ കുട്ടിയെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. ആ ഒരു സമയത്ത് ഡിസേർവിങ് ആയുള്ള സമയത്ത് അദ്ദേഹത്തിന് അവിടെ എത്താൻ സാധിക്കുന്നു. അതേസമയം നമ്മുടെ പെഡ്രോ പാസ്കലിൽ നോക്കുകയാണെങ്കിൽ പൈസയൊക്കെ ഉണ്ടെങ്കിലും കുട്ടിക്ക് അനുയോജ്യനായ ഒരു വരനല്ല. എന്താണോ ആ കുട്ടി ആഗ്രഹിക്കുന്നത് അത് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് നല്ല രീതിയിൽ ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സഹൃദയരെ, നമുക്ക് വിട പറയാനുള്ള സമയം ആഗതമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും നേരം ക്ഷമാശീലരായി നമ്മോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. വീണ്ടും വരാൻ ശ്രമിക്കുക. വളരെ നന്ദി.